എന്റെ കേരളം പ്രദർശനമേള കാണികളിൽ വിസ്മയം നിറച്ച് ശ്വാന പ്രദർശനം. അതിശയിപ്പിക്കുന്ന കുറ്റാന്വേഷണ മികവുകൾ കാഴ്ചവെക്കുന്ന K9 സ്ക്വാഡിലെ ശ്വാനവീരന്മാരുടെ പ്രകടനം കാണികളിൽ വിസ്മയം നിറച്ചു. കുറ്റാന്വേഷണ മേഖലയിൽ പോലീസ് നായ്ക്കൾ പ്രകടിപ്പിക്കുന്ന മികവ് അടുത്തറിയാനുള്ള അവസരമാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഡോഗുകളിൽ പരിചയപ്പെടാം. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് നിൽക്കുന്നത് ലൈക്ക എന്ന ഡോഗാണ്. രണ്ടാമത് നിൽക്കുന്നത് മാഗി എന്ന ഡോഗാണ്. ബെൽജിയം മാൽനേഴ്സ് ഇനത്തിൽപ്പെട്ട ഡോഗാണ്. എക്സ്പ്ലോസീവ് സ്നിഫർ ഡോഗ്. എൻ്റെ ഹാൻഡർ അഭിലാഷ്. മൂന്നാമത് നിൽക്കുന്നത് ഡോളി ബീഗിൾ ഇനത്തിൽപ്പെട്ട ഡോഗാണ്. എക്സ്പ്ലോസീവ് തന്നെയാണ്. എൻ്റെ ഹാൻഡർ ബിലു. നാലാമത് നിൽക്കുന്നത് ഡോണ. SAR സെർച്ച് ആൻഡ് റെസ്ക്യൂ. നമ്മുടെ ഈ മലങ്കടിയിൽപ്പെട്ട് പോകുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് അതായത് ജീവനോട് തന്നെ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡോഗാണ് SAR സെർച്ച് ആൻഡ് റെസ്ക്യൂ. എൻ്റെ ഹാൻഡർ അനീഷ്. ലാസ്റ്റ് നിൽക്കുന്നത് ജൂണോ. ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ട്രാക്കർ ഡോഗാണ്. ട്രാക്കർ എന്ന് പറഞ്ഞാൽ കൊലപാതകം, മോഷണം തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഹാൻഡർ ആൻസർ. ഒരു ബേസിക് ഒബീഡിയൻസ്, അതിൻ്റെ ബേസിക് ഒബീഡിയൻസ് നോക്കാം. ഓർഡർ ഓഫ് അറ്റൻഷൻ. ഓർഡർ ഓഫ് സ്റ്റാൻഡേർഡ് ടീസ്. ബേസിക് ഒബീഡിയൻസ് ഓൺ ടൈം. ക്രോസ് മാർക്ക്. നമ്മൾ ബേസിക്കല് ഒരു ഷോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഐറ്റമാണ് ക്രോസ് മാർക്ക്. ബാക്ക് പൊസിഷനാണ്. നമസ്തേ എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ ഇതൊരു ഷോ. ഓക്കെ, പ്ലാസ്റ്റിക് സ്റ്റേജ് നിർമ്മിക്കാൻ വേണ്ടി 6 ഐറ്റംസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഈ പ്ലാസ്റ്റിക്. അപ്പോൾ ഡോഗ് കണ്ടുപിടിക്കോ എന്ന് നമുക്ക് നോക്കാം. കറക്റ്റായിട്ട് സ്മെല് ചെയ്ത്, അതായത് എക്സ്പ്ലോസീവ് ഡോഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് ബോഡിയിൽ കയറി പോരെ. ബോഡിയിൽ നമ്മൾ ഓരോ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ദിവസം ചെയ്യുന്ന രീതിയിൽ എല്ലാ ദിവസം പഠിച്ചും ചെയ്യാം. അതായത് സാധാരണമാണെങ്കിൽ ചെയ്യണം. അടുത്ത കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് റിപ്രസെന്റ് എങ്ങനെ ഡോഗ് ചെയ്യുന്നു. പിള്ളേർക്ക് കൊടുത്ത കഴിക്കില്ലേ? അവര് പറയണായിരിക്കും അല്ലേ?
ഓക്കെ.